ഹായ്, നമുക്കിന്ന് ഒരു പനീർ ബട്ടർ മസാല റെസിപ്പി നോക്കിയാലോ. അതിന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ബദാമും കാഷ്യൂസും ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് സോക്കാക്കാൻ വയ്ക്കാം. അതവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടറാണ് കേട്ടോ എടുത്തേക്കണേ. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ബട്ടറിൽ കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം ഒന്ന് മിക്സ് ആക്കിയിട്ടാണ് ഞാൻ പനീർ അതിലേക്ക് ഇട്ട് കൊടുക്കണേ. അധികം ഫ്രൈ ആക്കണ്ട, കുറച്ച് സോഫ്റ്റ്നെസ് ഇരുന്നോട്ടെ. നമുക്ക് ഈ പനീർ ഇവിടെ കിടന്ന് ഫ്രൈ ആവുന്ന ടൈം കുറച്ച് തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. 2 തക്കാളിയാണ് ഞാനിവിടെ എടുക്കണേ. കറക്റ്റ് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരത്തെ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച നട്ട്സിൻ്റെ കൂടെ തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ പനീരൊക്കെ ഒരുവിധം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. കറക്റ്റ് ഇതേപോലെ ഫ്രൈ ആക്കിയാൽ മതിയിട്ടാ, വല്ലാണ്ട് ഫ്രൈ ആയി പോകണ്ട. പിന്നെ എന്നെ ഹെൽപ്പാക്കാൻ ഇവനക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ സബോള ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തേക്കണേ. പക്ഷെ അത് ചെറുതായ കാരണം വലുതാണെങ്കിൽ 2 എണ്ണം മതിയാവും. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന മസാലകൾ തന്നെയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് കറുകപ്പട്ട ജീരകം ഗ്രാമ്പൊക്കെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ടാണ് അതിലേക്ക് സവോള ഇട്ട് കൊടുക്കണേ. പിന്നെ 2 പച്ചമുളകും 2 ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ നമ്മൾ പനീർ ഫ്രൈ ആക്കിയ സെയിം പാൻ തന്നെയാണ് കേട്ടോ അത്. അതിലേക്ക് പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. എന്നിട്ടാണ് പിന്നെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണത്. മസാല ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തക്കാളിയും നട്ട്സും കൂടിയുള്ള മിക്സ് ഇതിലേക്ക് ഇപ്പോഴാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ആക്കി വെച്ച് പനീർ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ മല്ലിയില ചെറുതാക്കി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സോസും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടച്ചു വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അത് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ അതിലത്തെ ഫ്ലേവേഴ്സൊക്കെ നന്നായിട്ട് അതിൽ പിടിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് ഞാൻ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാൻ. ഇതുണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ചപ്പാത്തിയുടെ കൂടെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടും നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിൽ അപ്പം ഉണ്ടാക്കിയപ്പോൾ അപ്പത്തിൻ്റെ കൂടെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. അതും നല്ലൊരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.